ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുഞ്ഞു റമദാൻ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 24ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ ടൈമല്ലേ, അപ്പോൾ എളാപ്പാൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, മൂത്താപ്പാൻ്റെ ഒക്കെ. എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ചാമ്പക്ക ഉണ്ടല്ലോ, അത് ഉപ്പിരുമ്പിയിട്ട് മുളകുംപൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ. പകലാണ്, നോമ്പൊന്നും എല്ലാവർക്കും. അപ്പോൾ അവരെല്ലാവരും കൂടെ സെറ്റായിട്ട് അത് ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കച്ചറ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ നോമ്പിനൊന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് വരട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നിവിടെ പറഞ്ഞല്ലോ, മൂത്താപ്പാൻ്റെ മോള് വിരുന്ന് വന്നിട്ടുണ്ട്, അവളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളത്, അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതാ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിന്ന് എണ്ണക്കടിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവരുള്ളതല്ലേ, അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മൂത്താപ്പാൻ്റെ മോൾ തന്നെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. കട്ട്ലേറ്റൊക്കെ അവളാണ് ഉണ്ടാക്കുന്നത്, ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ സവാളയും തക്കാളിയൊന്നും വഴറ്റാണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ അത് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ബിരിയാണി മസാലയും പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത് മാത്രമാണ് കേട്ടോ പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ നാരങ്ങ നീര്, തൈര്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി ദമ്മിടുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാക്കി വെച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ ദമ്മിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ആ പണി നടക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ രാഗിൻ്റെ കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കുറച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ചില ടൈമിൽ നമ്മൾ ചെറുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അതൊന്നും ചേർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് നെയ്യിലാണ് കേട്ടോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് തന്നെ രാഗി വെള്ളവും പാടെ മിക്സാക്കി എടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പഞ്ചസാരയും പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഏലക്കായ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇവിടെ ഉപ്പാക്കൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ ഏലക്കായ ഒന്നും അധികം ചേർക്കുന്നത്. അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ചില ടൈമിൽ സേമിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്ന് സേമിയ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വെറും രാഗിപ്പൊടി മാത്രമാണ് കേട്ടോ കുറുക്കിയെടുക്കുന്നത്. പിന്നെ അപ്പോൾ അതാ ഇവിടെ ഒരാൾ ഇതുണ്ടാക്കുന്നുണ്ട്, കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാ അവർ 4 ദിവസമായി വന്നിട്ട്, അപ്പോൾ അങ്ങനെ അവരും കൂടെ ഉണ്ടായപ്പോൾ അങ്ങനെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ അതാ ആ ടൈമായപ്പോഴേക്കും ഉമ്മ ബിരിയാണിയൊക്കെ ദമ്മിടലെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറാക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അപ്പോഴേക്കും അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ദമ്മിടൽ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ രാഗി കുറുക്കയ്ക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാല് ആദ്യം വാങ്ങിയിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ രാഗി വെന്ത് കഴിഞ്ഞ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ ആദ്യം വേവിച്ചിട്ടില്ല എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുണ്ടാക്കിയിട്ടുള്ളത്. നോമ്പ് തുറന്നിട്ട് ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ 24ാമത്തെ റമദാൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്